ഓവറേറ്റഡ് പ്ലെയർ നെയ്മർ. അർജന്റീന ഫാൻസിന്റെ വിചാരം മാർട്ടിനസ് ഉണ്ടല്ലോ, ഒബ്ലാക്ക്, ന്യൂയർ, അലിസൺ, ഡിഹിയ, കോർട്ടുവ ഈ ലെവലിൽ നിൽക്കുന്നതാണ്. Good morning, good afternoon, good evening. Welcome to our latest episode of എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എന്താ പറയാ ബാക്ക് ടു ദ ബേസിക്സ്. ഇന്നെന്താ പറയാ അണ്ടർറേറ്റഡ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓവർ റേറ്റഡ് എന്തോ രണ്ട് ആഴ്ചയായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഓവർ റേറ്റഡ് തുടങ്ങാം, അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് പോവാം. So let's start with the woman first. ആഷിക്ക് ഓവറേറ്റഡ് എല്ലാം പറഞ്ഞോ? ഇഷ്ടപ്പെടും. അയ്യോ നീ പറ. ഗോൾ കീപ്പർ എമി മാർട്ടിനസ്. ഓ നൈസ്. എമി മാർട്ടിനസിന് എത്ര ഓവറേറ്റഡ് ഗോൾ കീപ്പർ വേറെ ഞാൻ കേസ് പറയട്ടെ. അർജന്റീന ഫാൻസിന്റെ വിചാരം എമി മാർട്ടിനസ് ഉണ്ടല്ലോ, ഒബ്ലാക്ക്, ന്യൂയർ, അലിസൺ, ഡിഹിയ, കോർട്ടുവ ഈ ലെവലിൽ നിൽക്കുന്നതാണ്. ഉണ്ടംപൊരിയാണ്. കീലർ നവാസിന്റെ അടുത്ത് പോലും എമി മാർട്ടിനസിനെ കൊണ്ട് വെക്കാൻ പറ്റില്ല. കുറച്ച് പെനാൽറ്റി സേവ് ചെയ്തു. ഓക്കെ, ബെസ്റ്റ് പെനാൽറ്റി സ്റ്റോപ്പർ ആണ്. അതല്ല, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ബൊണുവിന് മാങ്ങ കൊടുക്കാൻ നിൽക്കണ കപ്പിന്റെ ബെസ്റ്റ് കീപ്പറാണ്. അതുകൊണ്ട് ഓവറേറ്റഡ് പോയിട്ട് അവിടെ താഴെ കമ്പയർ ചെയ്യുന്നത് ടോപ്പ് ഫോറില ഒരു പ്ലെയർ അത്ര അടിപൊളി നല്ല പ്ലെയർ സൈൻ ചെയ്യാത്ത കോൺട്രാക്റ്റിലുള്ള പ്ലെയറിനാണ് സൈൻ ചെയ്യാറില്ലേ? റിലീസ് ക്ലോസ് വിളിച്ച് മേടിക്കാൻ പാടില്ലേ? അർജന്റീന ഫാൻസ് ഞാൻ ഈ വീഡിയോ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ഫാൻസിനെ ഒഴിച്ച് വേറെ ഏതൊരു നല്ല ഫുട്ബോൾ ഫാനോട് ചോദിച്ചോ, എമി മാർട്ടിനസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വേർസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓവർറേറ്റഡ് ഗോൾ കീപ്പർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ. എന്റെ മൈൻഡിൽ ഇപ്പൊ ആരും ഓർമ്മയില്ല. റീസെന്റ് അതായത് നിന്റെ അമ്മ ഒരു പെനാൽറ്റി അടിച്ച് സെലിബ്രേറ്റ് ചെയ്ത എനിക്ക് സെറ്റപ്പ്. ഞങ്ങളുടെ ഗോള് സേവ് ചെയ്ത എല്ലാം കാണിച്ചാൽ എനിക്കത് പുച്ഛം ഓവറേറ്റഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ എമി മാർട്ടിനസ് ഗെറ്റാഫേലൊക്കെ കളിച്ച സമയമുണ്ടല്ലോ, 2016-17 ഹാട്രിക് അടിച്ചാണ് ഈ പറഞ്ഞ എമി മാർട്ടിനസിന്റെ വലയത്തിന്. ക്രിസ്ത്യാനോ റൊണാൾഡോ 16 ലാസ്റ്റത്തെ 3 കൊല്ലം ഓവറേറ്റഡ് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഓവറേറ്റഡാ. അർജന്റീനക്ക് വേണ്ടി കളിക്കുമ്പോ കുറച്ച് പെനാൽറ്റി സേവ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ പറഞ്ഞ മാനുവൽ ന്യൂയർ അല്ലെങ്കിൽ ബ്ലാക്ക് എന്തിന് കോർട്ട് ഡിഹ്യൂ നടത്തുന്ന പോലെ ടൈറ്റാനിക് സേവ്സ് ഇല്ല. ഞാനെന്താ പറഞ്ഞ ഓവർ റേറ്റഡ് അല്ല, ഈ 3 കൊല്ലം കൊണ്ട് കാണിക്കാവുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓവർ റേറ്റഡ്. അതെല്ലാം കാണിച്ചിട്ടുണ്ട്. വിഷമം അത്ര ഇനി കാണിക്കും വിഷമം. എന്തുകൊണ്ട് എടാ ഈ 2 സീസൺ ഓക്കെ നല്ല ഡിഫൻഡർ ആയിരുന്നു, ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ഇപ്പൊ.
ഇല്ലെന്ന് തുടങ്ങി. ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ച് വാൻഡേക്കിനെ കിട്ടിയ ഒരു സീസൺ ഒരു ഡിഫൻഡറിന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ നല്ല പ്ലെയർ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു റാമോസ് ആയിട്ട് കമ്പയർ ചെയ്യാനില്ല. 2-3 years back നോക്ക്, ആ ഒരു ലിവർപൂളിന്റെ ഡ്രീം സീസൺ, ആ ഒരു സംഭവം, ഡ്രീം പ്ലെയേഴ്സ് എല്ലാരും ടോപ്പ് ഫോം, ആ ഒരു ഫോം അപ്പ് ഉണ്ടാവും. അതില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ ലിവർപൂൾ ഇപ്പോഴും പറയണത് വാൻ ഡൈക്കാണ് ഏറ്റവും ഗോള് ഉള്ള രീതിയിൽ. ഞാൻ സമ്മതിച്ചു, 2 സീസൺ നല്ല സീസൺ ആണ്. ഡ്രിബിൾ ചെയ്ത് സമ്മതിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിനാ ഞാൻ പറഞ്ഞത്. അതാണ് ഓക്കെ, നല്ല ഡിഫൻഡറാണ്. അല്ല, നല്ല ഡിഫൻഡറാണ് ഞാൻ പറയണില്ല. എല്ലാരും പറയണത് പിന്നെ അടുത്ത പ്ലെയർ ഞാൻ മഗ്വയറിനെ പറയണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷെ ഇപ്പോ പക്ഷെ ഗാഡിയോള് ഓക്കെ, വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു, അടിപൊളി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗുണം കാണിക്കില്ല. എപ്പോഴും ഒരു കളിക്കാരനെ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഫസ്റ്റ് സീസൺ ഗോഡിയോള ബെഞ്ചിലിരുത്തുള്ളൂ. ബെഞ്ചിലിരുത്തി പല പല പൊസിഷനിൽ ട്രൈ ഔട്ട് ചെയ്ത് അത് സെക്കൻഡ് സീസണിലായിരിക്കും ആ സ്റ്റാർട്ടിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ടൈം ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ ഗോഡിയോള ഓർഡിനേറ്റഡ് ആണെങ്കിലും എന്ന് വരുന്ന ആളുകൾക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം RB ലീഗ്സിന് വേണ്ടി കളിച്ച സമയത്താണെങ്കിലും അടിപൊളിയായിരുന്നു. വേറെ സംഭവമുണ്ട്, സിറ്റിയിൽ അണ്ടർ പെർഫോം ചെയ്താലും പ്രശ്നമാണ്. അണ്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റൂമില്ല, അണ്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റൂമില്ല. സിറ്റിയുടെ ഫാൻ ബോയ്ക്ക് എന്താ പറയാനുള്ളതിനെ കുറിച്ച്? ശരിയാണ്, ഫസ്റ്റ് ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് കുറെ കാർഡിയോള് കേട്ടി, ഇപ്പൊ കേൾക്കില്ല. കാരണം സിറ്റിയിലെ സ്കോഡിൽ ഇറക്കാനുള്ള കാരണം കൈൽ വാക്കർ, ഡിയാസ്, സ്റ്റോൺസ്, നാത്തനാക്ക്, ഇത് തന്നെയാണ് ടീം. നല്ല പ്ലെയർ കളിക്കും, നല്ലോണം കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു സീസണിൽ 10 കളിയാ എന്തായാലും കളിക്കുള്ളൂ. കളിക്കണം, നല്ല കളി കളിക്കുന്നത്. പക്ഷെ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്ക് റോബർട്ട്സൺ, നോ കമന്റ്സ്. ബാക്കില് 3 ലിവർപൂളിലെ പ്ലേയേഴ്സ് ഉണ്ട്. ചെൽസി, സിറ്റി, 2 ലിവർപൂൾ. പ്രീമിയർ ലീഗ് ഓവർ റേറ്റഡ്. നെക്സ്റ്റ് പ്ലെയർ എല്ലാരും എനിക്ക് തോന്നുന്നുണ്ട്, പോൾ പോഗ്ബ. ഡെഫിനറ്റ്ലി പോഗ്ബയ്ക്ക് കുറെ സ്പെഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓവർറേറ്റഡ് ആണ്, കൺസിസ്റ്റന്റ് അല്ല, റിലയബിൾ അല്ല, ഭയങ്കര ഈഗോ ഹെഡ് ആണ്, ഭയങ്കര സംഭവം എന്നുള്ളൊരു വിചാരമുണ്ട്. അല്ല, യുണൈറ്റഡിൽ ആദ്യം വന്നപ്പോഴും അടിപൊളിയായിരുന്നു, അതിനുശേഷം പോയി, ഇപ്പൊ മൊത്തത്തിൽ പോയി. പിന്നെ ഒരു പ്ലെയർ ഉണ്ട്, അത് മുസ്താഖ് ഗിരി, 100% ഉറപ്പാണ്, ബ്രൂണോ ഫെർണാണ്ടസ്. എന്റെ പൊന്നോ, എത്രയോ ഓവർറേറ്റഡ് പ്ലെയർ. സെൽഫിഷ് മാത്രമേ കുഴപ്പമില്ല. നീ പറഞ്ഞ പോലെ സെൽഫിഷ്, ഈഗോ ഹെഡഡ്, ഈ പറഞ്ഞ പോലെ അതാണ്. പോഗ്ബക്ക് സ്കില്ലുണ്ട്, കുറച്ച് സ്പെഷ്യൽ മൂവ്മെന്റ് ഉണ്ട്. ബ്രൂണോടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് ബോക്സിന്റെ പുറത്ത് അടി അടിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് കളിക്കണോണ്ട് മാത്രമാണ് ബ്രൂണോ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണം. വേറെ ക്ലബിലാണെങ്കിലല്ല ആട്ടി തുപ്പി ഫാൻസ് കിട്ടേനെ. കാരണം എന്ത് കാണിക്കുന്നുണ്ട്? പോർച്ചുഗലിന് വേണ്ടി കളിച്ചാൽ പോലും ക്രിസ്ത്യാനോ ഇല്ലാത്ത കളി ഭയങ്കര കളി കളിക്കും. ക്രിസ്ത്യാനോ ഉള്ള കളിക്ക് എപ്പോഴാണ് കളിച്ചേക്കണേ? ഇതുവരെ പോർച്ചുഗലിന് വേണ്ടി ഒരു ഇപ്പൊ പറഞ്ഞ ക്രിസ്ത്യാനോ സേവ് ചെയ്ത പോലെ അല്ലെങ്കിൽ പെപ്പെ കളിച്ച പോലെ
ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ബ്രൂണോനെ? ഒരിക്കലില്ല. ബ്രൂണോ ക്യാപ്റ്റനാണെന്നാണ്. അത് ക്യാൻസറുടെ പറ്റി പറഞ്ഞാൽ ക്യാൻസർ യുവെന്റസിൽ കളിച്ച സമയത്ത് ക്രിസ്ത്യാനോ ക്യാൻസർ ഒരുമിച്ചായിരുന്നില്ല. ക്രിസ്ത്യാനോ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഗോട്ടാണ് ക്രിസ്ത്യാനോയാണ്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞ് സിറ്റിയിലും അവിടെ ക്രിസ്ത്യാനോ പൊക്കണായിരുന്നു. യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ കളിച്ചോളൂ. ഇപ്പൊ ബാഴ്സ കളിക്കുന്ന സമയത്ത് പറഞ്ഞ ഡയലോഗ് എന്താ? ഞങ്ങൾ ഒരിക്കലും പോർച്ചുഗൽ ക്രിസ്ത്യാനോ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പാസ്റ്റിലാണെങ്കിലും പ്രസന്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ടീമായിട്ട് ശ്രദ്ധിച്ചേക്കണം. ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ പോലും പണ്ട് പോർച്ചുഗലിന് വേണ്ടി ഡെക്കു ഉണ്ടായിട്ടുണ്ട്, ഫിഗു ഉണ്ടായിട്ടുണ്ട്, റോയ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പ്ലെയറാണ്. ക്രിസ്ത്യാനോ ഒരു ടീം പ്ലെയറാണ്, വലിയ പ്ലെയറാണ്, പക്ഷേ ഡിപ്പെൻഡബിൾ അല്ലെന്നാണ്. പിന്നെ ഇത്രയും നാൾ ആശിക്ക് നീ അർജന്റീന ഫാൻ, അത് ഞാൻ ചോദിക്കുന്നതാണ്. ഇത്രയും നാൾ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ പോർച്ചുഗൽ ഉണ്ടാ? അതൊക്കെ പക്ഷെ ഓരോ ക്ലബ് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ല. ഈ പറഞ്ഞത് വളരെ എന്താ പറയാ, എടാ അവിടെയാണ് അർജന്റീനയും പോർച്ചുഗലും വ്യത്യാസം. ഏതെങ്കിലും ഒരു അർജന്റീന പ്ലെയർ മെസ്സിനെ കുറ്റം പറയോ? വ്യത്യാസം അർജന്റീന ഫാമിലിയാണ് ഇവിടെ പോർച്ചുഗലിൽ ഈഗോണ്, അങ്ങനെ ഒരു കുശുമ്പാണ്, അസൂയാണ്. അതുകൊട്ടെ ബ്രൂണോ PSG കളിച്ചോണ്ടിരുന്ന ഏറ്റവും യങ് പ്ലെയർ പോർച്ചുഗലിൽ യങ്സ്റ്റ് പ്ലെയർ. കാരണം യൂറോ അടിച്ച സീസൺ ഉണ്ടല്ലോ, സീൻ കളിയായിരുന്നു, പക്ഷെ അതിന് പിന്നെ പോയി. പക്ഷെ PSG-ലൊക്കെ ഞാൻ കളിയാണെന്നും വലിയ കളിയൊന്നും ഉണ്ടായില്ല, പോയി. വന്ന സമയത്ത് ഭയങ്കര ഹൈപ്പും ഭയങ്കര പ്രതീക്ഷയും സീസൺ വണ്ടറായി പോയി. പിന്നെ കുത്തിക്കേറ്റായിരുന്നല്ലോ ഞാൻ എന്തിന് എല്ലാരും പ്രീമിയർ ലീഗ് വരാനുണ്ട്. കോൺട്രവേഴ്സി ഉള്ളത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സ്ട്രൈക്കർ സെന്റർ ഫോർവേഡ് രണ്ട് പ്ലെയറാണ് ഞാൻ ആലോചിച്ചു. ഫോർ ദി സേക്ക് ഓഫ് ഡിബേറ്റിംഗ് ഞാൻ പറയുന്നത് ലെവൻഡോസ്കി. എനിക്ക് കുറെ കാര്യങ്ങൾ നിന്നോട് അംഗീകരിക്കുന്നുണ്ട്. പറയട്ടെ, ഓക്കെ സമ്മതിച്ച് അടിപൊളി പ്ലെയർ ആയിരുന്നു. ബാർസയിൽ വന്നിട്ട് ആ ഒരു ക്വാളിറ്റി കാണിക്കണ്ട. കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ബുണ്ടസ്ലീഗ വലിയ ക്വാളിറ്റി ഇല്ലാത്ത ലീഗാണ് സംഭവിച്ചത്. അവിടെ നിന്ന് പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് പോയിട്ട് അവിടെ ഗോൾ അടിച്ചു കൂട്ടാണ്, കുന്നരം കൂട്ടിയൊക്കെയാണ്. അപ്പോ വേറൊരു പ്ലേയേഴ്സ് ഒരു ടഫസ്റ്റ് ലീഗിൽ നിന്ന് പുറത്ത് പോയി ബുണ്ടസ്ലീഗ പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, വെറുതെ ഗോൾ അടിക്കാൻ. അല്ല കൊറോണ കാരണം ക്യാൻസൽ ചെയ്തു. ഇതുവരെ ഇല്ലാതെ നമ്മ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് ഉണ്ട്. എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ആവാൻ പറ്റൂല. പ്രീമിയർ ലീഗിൽ പോവാ, സിരിയയിൽ പോവാ, ലാ ലീഗിൽ പോവാ, പോയെല്ലാം കോൺകർ ചെയ്യാം. 10 കൊല്ലത്തില് യുവന്റസിന്റെ 2010 തൊട്ട് 2020 വരുന്ന ഡെക്കേഡിൽ ടോപ്പ് സ്കോർ ആരാ അറിയും? ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് കരിയർ യുവന്റസിലായിരുന്നു. അടിപൊളി കളി ക്രിസ്ത്യാനോ യുവന്റസിൽ കളിച്ചിട്ടുണ്ട്, നേടാനുള്ളതല്ലാതെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചു. എല്ലാവരും കൊണ്ടും പറ്റൂല. ബെസ്റ്റ് ഇറ്റാലിയൻ ടോപ്പ് സ്കോറർ, ബെസ്റ്റ് ഇറ്റാലിയൻ പ്ലെയർ. ഞാൻ അതിലോട്ട് വാരി വിളിച്ചു പോകണം, നമുക്ക് ഇതിലോട്ട് വരാം. ബാക്ക് ടു ലെവൻഡോസ്കി. അപ്പൊ ഇവൻ പറഞ്ഞു, എനിക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ പറയാം. ഇവൻ പറഞ്ഞ പോലെ പയ്യങ്ങളുടെ അടിപൊളി കളിയായിരുന്നു. ബാഴ്സയിൽ പോലെ പോളണ്ടിന് വേണ്ടി കളിക്കാറുണ്ടോ? അപ്പൊ ഏകദേശം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറഞ്ഞൂടെ? അല്ലേ? അതേസമയം സ്വാറസ് ബെൻസിമ എടുത്താ അവര് കളിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ടീമില്ലെങ്കിലും അങ്ങനെ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ട് അത്ര ടീമുകളുണ്ട്. നീ പറ.
നെക്സ്റ്റ് റൈറ്റ് വിങ്ങിന്റെ അല്ല എന്റെ വേറൊരു സ്ട്രൈക്കർ ലുക്കാക്ക് വരുന്നു. ലുക്കാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത ഇത്ര നാൾ ഞാനാണ് വേറെ പ്ലെയർ ഉണ്ട് റൈറ്റ് വിങ്. മെസ്സിനെ പറയുന്നത് നല്ലത് പറയണോ മോശം പറയണോ? എല്ലാം നീ മോശം പറഞ്ഞു, മോശം തന്നെ പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല. ആന്റണി എല്ലാരും സെറ്റാണ് അതിന്റെ അകത്ത്. 100%. ഇനി ലെഫ്റ്റിങ്ങിലോട്ട് വരട്ടെ. ലെഫ്റ്റ് വിങ്ങിലോട്ട് പോവാ. പേപ്പറൊക്കെ മടക്കി കെട്ടി വെച്ച് യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. നെയ്മർ ജൂനിയർ. എനിക്കൊന്നും പറയില്ല, കാരണം പ്രേക്ഷകർ പറഞ്ഞാൽ മതി. ഇത് നീലെടുത്തില്ല, നീലിടണോ? ഞാൻ പറയുന്നത് ഇടണം. ഈ കാണുന്നത് നിങ്ങൾ കമന്റ്സ് ഇടണം ഇവന്റെ അഭിപ്രായത്തിനോട്. ഓവർ-റേറ്റഡ് പ്ലെയർ നെയ്മർ, ലെഫ്റ്റ് വിങ്. നെയ്മർ ഓവർ-റേറ്റഡ് അല്ലേ? എത്ര മില്യൺ? 220 മില്യൺ വർത്ത് പ്ലെയർ ആണ് നെയ്മർ. അത് 2016-17 സീസൺ എന്തുകൊണ്ട് സീസൺ എന്തുകൊണ്ട് ബാലൻ ഡി ഓർ കിട്ടിയില്ല നെയ്മറിന്? 16 കിട്ടിയ ക്രിസ്ത്യാനോനാണല്ലോ. അതിന് മുമ്പ് മറ്റേ ട്രിപ്പിൾ അടിച്ചില്ലേ ബാഴ്സ, ആ സീസൺ എന്തുകൊണ്ട് നെയ്മറിന് കിട്ടിയില്ല? നെയ്മറാണ് PSG എതിരെ എല്ലാ കമ്പാക്കും നടത്തി, എല്ലാം നടത്തി, ഇതിന് ഫൈനലിൽ വരെ ഗോൾ അടിച്ച്. 14-17 അടിച്ചത് 6-1. പക്ഷെ എനിക്കറിയാം ബാഴ്സ കളിച്ച സമയത്ത് നെയ്മർ അടിപൊളിയായിരുന്നു. ഒരിക്കലും ഞാൻ ക്രിസ്ത്യാനോ മെസ്സിക്ക് ഏറ്റവും ടോപ്പുള്ള നെയ്മറായിരുന്നു. പക്ഷെ PSG പോയിട്ട് കണ്ടിട്ടില്ല ടാഷിക്ക്. ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും വേറൊരു കളിക്കാരൻ നെയ്മറിന് ഒരിക്കലും റോൾ മോഡൽ ആക്കാൻ പറ്റൂല. അത്രക്കും വലിയ കാലിബറും സ്കിൽസും എല്ലാം എത്തേണ്ട പ്ലെയർ ആയിരുന്നു. ടാലന്റ് ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ടോപ്പ് ടാലന്റ് പ്ലെയർ ആണ്. പക്ഷെ അതിപ്പോ PSG പോയിട്ടാണ് ട്വിറ്ററിൽ പറഞ്ഞിട്ടില്ല. അതായത് പ്ലേയേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഫാദേഴ്സിനെ കൺവിൻസ് ചെയ്യാനാണ് ചെയ്യണം, എന്നാലാണ് അവർ കളിക്കുള്ളൂ ചെയ്യുള്ളൂ പറഞ്ഞിട്ടുണ്ടല്ലോ. 100 കളി എടുത്താലും എങ്ങനെയെങ്കിലും 40 ഗോള് 40 അസിസ്റ്റ് ഉണ്ട്. 80 റേഞ്ച് എങ്ങനെ വന്നാലും ഉണ്ട്. എല്ലാത്തിലാണെങ്കിലും PSG ആയിക്കോട്ടെ, ബാഴ്സയിലും കൂടുതലാവുള്ളൂ, ബ്രസീൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് PSG കളിച്ചില്ല പറയാനില്ലേ? മെസ്സി PSG പോയിട്ട് കളിച്ചാ അപ്പൊ മെസ്സിയുടെ ഇനിയും പറഞ്ഞ കുഴപ്പമാണോ? അവർ കളിക്കാൻ അറിയാൻ പാടില്ല, അത് ലീഗ് കൊണ്ടില്ല, നമ്മുടെ പ്രശ്നമാണ്. അതൊക്കെ കളി ഓക്കെ, ബട്ട് എന്നാലും ഞാൻ പറയണേ എങ്ങനെയൊക്കെയും ഒരു 50-60 ഗെയിം എടുത്താലും ഒരു ആവറേജ് ടോട്ടൽ അസിസ്റ്റ് 220 മില്യൺ യൂറോനുള്ള പ്ലെയർ ഉണ്ട്. 2016 പഴയതിൽ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ ഉണ്ടായി, പക്ഷെ ഇല്ല. കാരണം ആ ഒരു ഏജിൽ അത്രയ്ക്കും പ്രോമിസിംഗ് ആയ അടുത്ത സൂപ്പർ സ്റ്റാർ എല്ലാവരും പറഞ്ഞു. കോമ്പറ്റീറ്റർ ഇല്ലാണ്ട് നെയ്മർ ബാലൻ ഡി ഓർ അടിക്കുമെന്ന് അടിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ അൽഹിലാലിൽ പോയിട്ടാണെങ്കിലും കാശ് കാരണമല്ലാണ്ട്. സോ ഓവർ റേറ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ റേറ്റഡ് ലിറ്റിൽ ബിറ്റ് ഹയർ. ഓവർ റേറ്റഡ് അത്രയും ഞാൻ പറയൂല, എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു കാരണം. പിന്നെ അടുത്തത് എനിക്ക് ഫസ്റ്റ് കോച്ചിനോടല്ല, ലോകം കണ്ടിട്ടും വൃത്തികെട്ടോ പറയുന്നത് കോച്ച് ഇറക്കാൻ ഹാഗാണ്. എന്തിനു കൊള്ള അയാളെ എന്ത് നേടിയിട്ടുണ്ട്? എനിക്ക് അയാളെ നീ പറയാനുണ്ട്, കലി അടങ്ങില്ല. അപ്പോ ഗോൾ കീപ്പർ സിമ്പിൾ ആയിട്ട് കേസ് ചെയ്യട്ടെ. ഈ പറഞ്ഞ എമി മാർട്ടിനസ് ക്രൂഷ്യൽ സേവ്, പെനാൽറ്റി സേവ് ഉണ്ട്. എഡേഴ്സൺ ഉണ്ടോ? ഉണ്ടാ. സിറ്റിയിലല്ലാണ്ട് വേറെ ഏതെങ്കിലും ടീമിലാണെങ്കിൽ എഡേഴ്സൺ ഇപ്പൊ അവിടെ കളിക്കുന്നുണ്ടോ? അലിസന്റെ അടുത്ത് വെക്കാനുണ്ട് എഡേഴ്സൺ ടീമില് ബെഞ്ചിലല്ലേ? അല്ല നാഷണൽ ടീമിൽ ബെഞ്ചിലായിരിക്കൂലേ? അല്ല പറ എഡേഴ്സൺ എന്ത് അങ്ങനെ ചോദിച്ചാ നാഷണൽ ടീമില് ക്ലബ് ലെവലിൽ
സിറ്റിക്ക് പകരം എഡേഴ്സൺ വേറെ ഏതെങ്കിലും ക്ലബിലാണ് കളിച്ചിരുന്നെങ്കിൽ എത്തും. ഈ സിറ്റിയിൽ ബെൻഫിക്കയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ആരട്ടോട്ടുണ്ടോ? അത്രയൊന്നുമില്ല. അതിൽ ഇതുവരെ എന്താ പറയുക ഒരു നിർണായക സീവ് പറഞ്ഞാൽ പറയാൻ പറ്റിയത് ഏതൊരു ഗോൾ കീപ്പറിനും ഉണ്ടാവൂലേ? അതേപോലെ എഡേഴ്സൺ നിനക്ക് ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഒരു മാച്ച് വിന്നിംഗ് സേവ്? ഇല്ലല്ല. സോ വി ക്യാൻ കൺക്ലൂഡ് എഡേഴ്സൺ ഈസ് ദ ഓവർറേറ്റഡ് ഗോൾ കീപ്പർ. ഐ വിൽ. അപ്പൊ ഇനി സിബിയിലോട്ട് വരാം. അലക്സാണ്ടർ ഒഫൻസീവ് വൈസ് ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് പാസർ, ക്ലോസർ, ഷൂട്ടർ. ഡിഫെൻസീവില് എന്താ പറയാ, നിനക്ക് വേണമെങ്കിൽ ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോവാ. ഭയങ്കര മോശം. ഡിഫെൻസീവില് ഒരിക്കലും അലക്സാണ്ടറിനോട് ആ മാൻഡേക്കിന്റെ ബലത്തിൽ മാത്രമാണ് കളിക്കുന്നത്. കാരണം ഡിഫെൻസീവിൽ അത്രക്കും ഷോക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും ഷോക്കാണ്. ഒരു മര്യാദ സ്ട്രെങ്ത്തിൽ കളിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പക്ഷേ ലിവർപൂൾ പ്ലേയേഴ്സ് ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും ഇംഗ്ലണ്ടിലെ ഫാൻസ് ആണെങ്കിലും എന്തോ ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതിനുള്ളൊന്നുമില്ല. അതിലും ബെസ്റ്റ് റീസ് ജെയിംസ് ആണെന്ന് തോന്നുന്നുണ്ട്. സിബിയിലോട്ട് വന്നതിനാ ഹാരി മഗ്വയർ. ഇപ്പൊ കളിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ല 3-4 ദിവസം മുമ്പൊക്കെ ഉണ്ടല്ലോ എനിക്കുണ്ടല്ല. എനിക്ക് ഓരോ കളിയാണ് എനിക്ക്. ഞാൻ സത്യം പറഞ്ഞ ആ ബോൾട്ടിന് പകരം ഞാനിറങ്ങി ഇതിലും ബേസ് ചെയ്യാൻ നിന്നേന്. 80 മില്യൺ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഫൻഡർ ആയിരുന്നു. എന്ത് പിണ്ണാകാ കാണിച്ചെന്നറിയോ? പകുതി കളി നോക്കാൻ കാരണം ഈ മന്നീന് ഒരടി പുറത്തോട്ട് കൊണ്ടെങ്കിൽ അത് ഡിഫ്ലക്ഷൻ ചെയ്തിട്ട് പൊസിനകത്തോട് വരുന്ന സാധ്യത വരുന്നത്. അതും കണ്ടുപിടിച്ച് ക്യാപ്റ്റനാക്കിയിരിക്കുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലാണ് കളിച്ച സമയത്തോട് ഫസ്റ്റ് കളി ഉണ്ടല്ലോ തീയായിരുന്നു. രണ്ടാമത്തെ കളി കിട്ടും എല്ലാവർക്കും മനസ്സിലായത് ഇത്രേ ഉള്ളൂ. എപ്പോഴും ഒരു ട്രോൾ ഇറങ്ങാറുണ്ട്. യുണൈറ്റഡ് 80 മില്യൺ മേടിച്ച കാശിന് അന്ന് ക്രിപ്റ്റ് മേടിച്ചിങ്ങനെ യുണൈറ്റഡിന്റെ പ്രശ്നമാണ്. എടാ നമ്മിപ്പോ ഓവറേറ്റല്ലോ പറയാൻ തുടങ്ങിയാൽ നമുക്ക് യുണൈറ്റഡ്. അപ്പോ അടുത്ത സിബി ജെറാർഡ് പിക്വേ. അതായത് റാമോസിനെ കമ്പയർ അങ്ങനെ കൺസിസ്റ്റൻസി കളിയാ ഒന്നുമില്ല. ബാഴ്സലോണയിലെ സിസ്റ്റത്തിൽ കളിച്ചു വന്നോണ്ട് ഓക്കെ ഇഷ്ടംപോലെ ഡിഫൻസീവ് ആണെങ്കിലും എന്താ പറയാ ഒരു സ്ട്രോങ് ഇതല്ല പെപ്പയുടെ. ഫാസ്റ്റ് അല്ല. ഒരു ഡിഫൻസീവ് വൈസ് എല്ലാവരും പറഞ്ഞ പോലെ അത്ര ഗോട്ട് ഡിഫൻഡർ ബെസ്റ്റ് ഡിഫൻഡർ ഒന്നും അല്ല പിക്ക്. ടോപ്പ് 20 വരും സിബിസിൽ മാത്രം. പിന്നെ അടുത്തത് എൽബി സെർജിയോ റോബർട്ടോ. എനിക്ക് സെർജിയോ റോബർട്ടോ ഇപ്പോഴാണ് ഇല്ല അത് ഞാൻ യോജിക്കുന്നുണ്ട്. എന്റെ ടീമിലില്ല പക്ഷെ ഇല്ല. പക്ഷെ ബെസ്റ്റ് മൊമെന്റ്സ് കുറച്ചുണ്ട്. അതുകൊണ്ട് PSG-യുടെ കംബാക്കിന് അതൊന്നുമില്ല പറയാനുള്ള. പക്ഷെ ആ പ്ലെയറിന് അത്രയും കാരണം സ്കില്ലില്ല, പാസില്ല, റിലയബിൾ അല്ല, കൺസിസ്റ്റന്റ് അല്ല. ആഴ്ചയുടെ ക്യാപ്റ്റനാണ്. ബാഴ്സയുടെ തൊപ്പി വെച്ചിട്ട് ബാഴ്സയുടെ ക്യാപ്റ്റനെ കുറിക്കാൻ പറഞ്ഞു. എന്താണോ ക്യാപ്റ്റൻ സീറ്റ് എന്ന് പറഞ്ഞു. ക്യാപ്റ്റനാണ്. സിഎമ്മിലോട്ട് ബ്രൂണോ ഫെർണാണ്ടസ്. നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ പറയണില്ല. ഡിബ്രോയിന്റെ ഒന്നും ഏഴായാലും ആൾക്കാർ ചെയ്യണതാണ്.
ഏഴായാലും ഒക്കെ എത്തൂല. ബ്രൂണൊക്കെ വെറും എന്താ ഒരുമാതിരി വല്ല കൊറേ ചക്ക പാസ് ഇടും, കൊറേ അടിയടിക്കും, 10 പറയണം കയറിയാ കയറി. പിന്നെ പോപ്പിയാണ് അതിനെ പറയാനുള്ളത്. അടുത്തത് ജോർഡൻ ഹെൻഡർസൺ. ഹെൻഡർസൺ ഇംഗ്ലണ്ട് ടീം എടുത്തു. ഇംഗ്ലണ്ട് നാഷണൽ ടീം എടുത്ത ഹെൻഡർസനെക്കാളും നല്ല മിഡ്ഫീൽഡേഴ്സ് ഇല്ലേ, എന്താ പറയാ, ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലേ, അവരെ പോലും വിളിക്കാണ്ട് ഹെൻഡർസൺ അപ്പോൾ ടീമിലുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലുണ്ടാക്കി എന്തിന് അതിനുള്ള ഒന്നുമില്ല. ഹെൻഡർസൺ എന്ത് കാണിച്ചിട്ടാ? ഒന്നും കാണിച്ചിട്ടില്ല. ലിവർപൂളിലേക്ക് അന്നാളും എത്തിയതുള്ളൂ. ഒന്നുമില്ല, ഒരു ഷോട്ട് പോലും ക്യാപ്റ്റൻസിന്റെ മെന്റാലിറ്റി ഇട്ട് ഓക്കെ, അതിലാണ്ട് എന്തുണ്ട്, ഒരു കാര്യമില്ല. സോ ഹെൻഡർസൺ. അറ്റാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൽവറോ മൊറാട്ട. ഓക്കെ, ഞാൻ ഒരു പിന്നെ എല്ലാരും ഇവരെടുക്കണേ. അല്ലെങ്കിൽ സ്പെയിന്റെ ക്യാപ്റ്റനാണ്. സ്പെയിന്റെ ക്യാപ്റ്റൻ മൊറാട്ടയാണ്. എടാ സ്പെയിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഫിനിഷർ ഇല്ലാത്തതാണ്. എന്താ അവസ്ഥ നോക്കി. ഞാൻ മണി ലോണ്ടറിംഗ് ആയിട്ട് അത് ഞാനും കേട്ടിട്ടുണ്ട്. അതറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ് ആയിട്ടോ മാർക്കസ് റാഷ്ഫോർഡ്. പക്ഷേ എംബാപ്പേനേക്കാളും മുകളിലാന്ന് ഒരു സമയത്ത് യുണൈറ്റഡ് ഫാൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ട്രോൾ ഉണ്ടായി. PSG യുണൈറ്റഡും ക്വാർട്ടറിൽ എന്തോ റാഷ്ഫോർഡ് പെനാൽറ്റി യുണൈറ്റഡിനെ ജയിപ്പിക്കും. അപ്പോ എംബാപ്പയുടെ തലയിൽ റാഷ്ഫോർഡ് തളാണ സാധനമുണ്ട്. അതും പറഞ്ഞ് എന്ത് ട്രോളായിരുന്നു. ഷൂട്ടൊക്കെ അടിപൊളി. പക്ഷേ ഇപ്പൊ നിനക്ക് നെയ്മറിനെ പറയാനില്ലേ, റാഷ്ഫോർഡ് നെയ്മർ ബ്രസീൽ ലെവലിൽ ഓൾ ടൈം എങ്ങനെയാണെന്ന് പറയാം. റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിന് വേണ്ടി എന്ത് കാണിക്കണം, ഒന്നും കാണിക്കണില്ല. സോ റാഷ്ഫോർഡ്. പിന്നെ സ്ട്രൈക്കറിലോട്ട് വന്നു കഴിഞ്ഞാൽ ലാൻഡോസ്കി അല്ല, നീ പറ. Zlatan Ibrahimovic. കൊണ്ട് പറയാനറിയാം, അല്ലാണ്ട് കളിച്ചോണ്ട്. ഈ പറഞ്ഞ ലെവൻഡോസ്കിയുടെ അത്രയും പോലും ഇബ്രാഹിമോവിച്ച് ഇല്ല. സിമ്പിൾ ആയിട്ട് കേസ് വെക്കട്ടെ, ഇതൊരു ലാലിഗ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടോ? ദൈവത്തിന് ആവശ്യമുണ്ടോ? അല്ല, പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടോ? ലീഗ് ഒന്നല്ലാണ്ട് അപ്പൊ എല്ലാരും അംഗീകരിച്ച് ഓവർ റേറ്റഡ് ആണ് സ്ലാറ്റൻ. ഓവർ അല്ല. അപ്പൊ എന്റെ ടീം കഴിഞ്ഞ് ഇബ്രാഹിമോവിച്ചിന്റെ ചില സമയത്ത് വർത്താനം കേട്ടാ 2 മെസ്സിക്ക് 2 ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. പക്ഷേ വാ കൊണ്ടുള്ള വർത്താനം കേട്ടതെന്ന് പെലയുടെ അപ്പനായിട്ട് തോന്നും. സ്വയം പ്രമോട്ട് ചെയ്യണം. ഞാൻ ഗോളാണെന്ന് മാങ്ങാത്തുലിയാണ്. ഇപ്പൊ പണി എന്റെ ഗോൾ കീപ്പർ അറിയാം. നമ്മുടെ ഫുട്ബോളിന്റെ കമന്റ്സിൽ എല്ലാവരും വിടൂലേ, ആ ഒരു സാധനം എനിക്ക് നിന്നോട് പറയാനുള്ളൂ. 0 ബോൾ നോളജ്. ടോപ്പ് ലെവലിലെ കമ്പയറുടെ ഗോൾ കീപ്പർ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഡെഗയാണ്. ഇത്രയും മിസ്റ്റേക്സ്, ഇത്രയും ടോപ്പ് പ്ലെയറിൽ ഇത്രയും മിസ്റ്റേക്സ് നടത്തിയ വേറെ ഗോൾ കീപ്പർ ഇത്രയും മിസ്റ്റേക്സ്, ഇത്രയും ടോപ്പ് ലെവലിൽ നിന്നിട്ട് ഞാൻ എന്തോരം കൈ തട്ടിയും അതും സിമ്പിൾ ബോളൊക്കെ തട്ടി ഗോളൊന്നും ഞങ്ങൾ പക്ഷേ ഇത് കുറെ കളികളിൽ ഉണ്ടായിട്ടുണ്ട് മിസ്റ്റേക്സ്. അല്ല ഇപ്പോ ഡെഹേനേക്കാളും കലക്കും ഗോൾ കീപ്പറിനാണ് കിട്ടിയിട്ടുണ്ട്.
ഭാവിയിൽ ഏറ്റവും ഇല്ല ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു 2017-18 ആ സീസണൊക്കെ ടോപ്പ് ടയർ എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ആ ഒരു എമി മാർട്ടിനസിനുള്ളതിനേക്കാളും കാലക്കൻ സേവ്സ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഡിഹേക്കുണ്ട്. പക്ഷെ നീ പറഞ്ഞ ഇറേഴ്സ് ഉണ്ട്. ആ ഒരു 2017-18 ആ ഒരു 5 വർഷം മുമ്പത്തെ സീസൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് ഡിഹിയ അത്ലറ്റിക് കമ്മ്യൂണിറ്റി കളിക്കുന്ന സമയത്തുണ്ടല്ല റെയിലോട്ട് ട്രാൻസ്ഫർ ആവാൻ നിൽക്കണായിരുന്നു. ഡെഡ് ലൈൻ ഡേയുടെ ട്രാൻസ്ഫർ ആകാൻ പോയത്. അത്ലറ്റിക് ഒരു പേപ്പർ വരാനുണ്ടല്ല 5 മിനിറ്റ് വൈ ട്രാൻസ്ഫർ തീർന്നു പോയി. അപ്പൊ ഗോൾ കീപ്പറിന്റെ റൈറ്റ് ബാക്ക് അർണോൾഡ്, നേരത്തെ പറഞ്ഞു. പിന്നെ മഗ്ഗേർ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ബാഴ്സയുടെ പ്ലെയറായ ഉംറ്റീറ്റി. ലെഫ്റ്റ് ബാക്ക് ബെൻ ചിൽവെൽ. ഒരു ടൈമില് ടൈമില് കുറെ കേട്ട് പേരായിരുന്നു. ഇപ്പൊ എവിടെയൊന്നും അറിയില്ല. എല്ലാം പോയി. അത് ലോണൊന്നും പിന്നെ മുസ്താഖ് പറഞ്ഞ ഹെൻഡർസൺ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ ഒരിടക്ക് ഒറ്റ കളി മാത്രം കേട്ട പേരായിരുന്നു വൈനാൽഡം. ഇല്ല അത് ഇവനായിരുന്നു. അയ്യോ പിന്നുള്ളത് ലെഫ്റ്റ് വിങ് നേരത്തെ പറഞ്ഞ മാർക്കസ് റാഷ്ഫോർഡ്. നീ പറഞ്ഞ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഞാൻ ഇങ്ങോട്ട് കുറെ ഓപ്പൺ പോസ്റ്റ് ത്രൂ കിട്ടുന്നുണ്ട്. ഓപ്പൺ പോസ്റ്റ് ഏറ്റവും ഓപ്പൺ പോസ്റ്റ് കളഞ്ഞേക്കുന്നു. ഈ സീസൺ നോക്കിയാ ഒറ്റ സീസണില്ല ഇത്രയും കമ്പയർ അതുപോലെ കുറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം സംസാരം വന്നില്ല. പക്ഷേ വേറൊരു സാധനമുണ്ട്, ഡാർവിൻ ന്യൂനസ് ലിവർപൂളിലെ. അടിക്കുന്ന കൂടുതലുണ്ടല്ലോ, സീൻ കൂടുതലാണ്, കാലക്കൻ അടിയാണ്. പക്ഷെ സിമ്പിൾ ചാൻസ്, ഓപ്പൺ ചാൻസസ് ഉണ്ടല്ലോ, അടിച്ചു കളയും. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, വരും സീസണുകളിൽ ഒരു നല്ല കോച്ചിനെ കിട്ടിയാലുണ്ടല്ല ഹാളന്റിനേക്കാളും ബെറ്റർ പ്ലെയർ ഡാർവിൻ ന്യൂനസാണ്. നല്ല പേസ് ഉണ്ട്, സ്കില്ലുണ്ട്, ഡ്രിബിൾ ചെയ്യും, പാസ് ചെയ്യും, ഷൂട്ടിങ് ഹാളന്റിനേക്കാളും ബെസ്റ്റ് ഷൂട്ടിംഗ് ആണ് ഡാർവിൻ ന്യൂനസിന്റെ. എനിക്കെന്തോ തോന്നുന്നുണ്ട്. നോക്കാം. മൊത്തത്തിൽ കളിക്കാൻ സ്ട്രൈക്കർ പറയുകയാണെങ്കിൽ ജാ ഫെലിക്സ്. 120 പ്ലെയർ ഒന്നും എന്തെങ്കിലും ആകെ ഒരൊറ്റ ടൈമിലാണ് സൈൻ ചെയ്യുന്ന സെന്ററിൽ നിന്ന് ഒരു 12 സീൻ ഉണ്ട്. ആ ഒരൊറ്റ സാധനം എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു. അതിനുള്ള കളിയൊന്നുമില്ല. അത് പിന്നെ ഞാൻ പറയാനാണെങ്കിൽ വേറെ ഒന്നുമില്ല, കളിക്കേണ്ട അത്ലറ്റിക് കമ്മ്യൂണിറ്റിയിലാണ് ഡിഫൻസീവ്, ഭയങ്കര ഡിഫൻസീവ് പ്ലേ ആണെന്ന് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ ആണെങ്കിലും. പക്ഷെ ബാഴ്സലോണ വന്നിട്ടാണെങ്കിലും കളിക്കുന്ന ടൈമിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കണില്ലേ. ഇങ്ങനെയുള്ളതില്ല. പക്ഷെ പോർച്ചുഗൽ കളിക്കുമെന്നല്ലോ ആ ടൈമിൽ മേടിക്കാനുള്ള 120 മേടിക്കാനുള്ള പ്ലെയർ ഉണ്ടായില്ലേ ആ സമയത്ത്. നീ കുറ്റം പറയുന്നുണ്ടല്ലോ PSG പോയിട്ടാണ്. PSG പോയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാൻ ആവറേജ് ഉണ്ട്, എബോ ആവറേജ് ഉണ്ട്, ഗോൾ ആൻഡ് അസിസ്റ്റ് ആണെങ്കിലും. പക്ഷെ അത് ലീഗ് കൊണ്ടാണ്. അത് ലീഗ് എടുത്താൽ നോക്കൂ, ബാഴ്സ എടുത്താൽ നോക്കൂ, ബ്രസീൽ എടുത്താൽ നോക്കൂ, എല്ലാത്തിലുണ്ട്. പിന്നെ റൈറ്റിംഗിൽ എനിക്ക് ഒരു ലെഫ്റ്റും കൂടി ഉള്ളൂ. സിറ്റിയിലെ 100 മില്യൺ പ്ലെയർ ഗ്രീലിഷ്. ജാക്ക് ഗ്രീലിഷ്. ഗ്രീലിഷ് ആക്ച്വലി ആസ്റ്റൺ വില്ല കളിച്ച സമയത്ത് പൊളിക്കളിയായിരുന്നു. നമുക്ക് കേസര് മെസ്സി ബാഴ്സ വിട്ടില്ലേ ഗോർഡിയോള ഗ്രീലിഷിനെ സൈൻ ചെയ്തുകൊണ്ട് മാത്രം പോയി. ഞാനങ്ങനെ അധികം ഗ്രീനിഷ് അധികം കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. പക്ഷെ ഗ്രീലിഷിന്റെ കളി ഒരു രസമാണ്. എനിക്ക് പേഴ്സണലി കളിയില്ലേ,
നേരെ വരെ ഇങ്ങനെ കട്ട് ഗ്രീലിഷ് ഏകദേശം അതേപോലെ തന്നെ എഴുന്നിട്ട് കർവ് ചെയ്തുള്ള അടികളുണ്ടായി. സിറ്റിയിലൊന്നും പിന്നെ പറഞ്ഞ പോലെ പ്ലേയിങ് ടൈം കിട്ടാനുള്ള ആസ്റ്റൺ വില്ലയിന് വേറെ കളിക്കാറില്ല. ഇവനെ ഒറ്റക്കാണ് ആ ടീമിനെ ജയിപ്പിക്കണത് കളിപ്പിക്കണത്. അപ്പൊ അതിന്റെ ഒരു ഇത് 7-1 തോപ്പിച്ച് 3 ഹാർഡൊക്കെ അടിച്ചിരുന്നു കറക്കിയൊക്കെ ഉണ്ട്. എന്തായാലും കൊടുക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡൗൺ ആയി പോയി ഓവർ റേറ്റഡ് ആണെന്ന് പറയാം. കാരണം ഇംഗ്ലണ്ട് ടീം എടുത്താൽ സ്റ്റാർട്ടിങ്ങിൽ അപ്പോ ഇതിന്ന് കോമൺ ആക്കാൻ പറ്റണത് ബ്രൂണോ ഫെർണാണ്ടസ്. ഒരു പോർച്ചുഗൽ ആരാധകൻ എന്ന നിലയിൽ പോലും ഞാൻ അതിനോട് 100% അംഗീകരിക്കും. ബ്രൂണോയുടെ അത്ര ഓവർ റേറ്റഡ് പ്ലെയർ ഈ ജനറേഷനിൽ ഈ ഡെക്കേഡിലും ഇല്ല. ഹൈലി ഓവർ റേറ്റഡ്. നമ്മൾ ഈ ഡെക്കേഡ് എന്ന് പറഞ്ഞപ്പോ ഒരു 5 വർഷത്തിനുള്ളിലുള്ളവരാണ് എനിക്ക് പറഞ്ഞത്. പുറകിലോട്ട് നമുക്ക് പോയില്ല. കുഴപ്പമില്ല. പിന്നെ ഓവർ റേറ്റഡ് കഴിഞ്ഞപ്പോ മറ്റേ ചാമ്പ്യൻസിലൊക്കെ പറഞ്ഞു റോഡ്രിഗോ. ഇപ്പോ അത് റോഡ്രിഗോ എന്ന് പറഞ്ഞാൽ റയലിന്റെ റോഡ്രിഗോ. നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ട്രൈവ് എന്ന് പറഞ്ഞാൽ എംബാപ്പെ, വിനിഷ്യസ്, റോഡ്രിഗോ. പക്ഷേ നമ്മെല്ലാവരും പറയാൻ മറന്നൊരു കേസ് ഉണ്ട്. ഇന്നലെ ഇംഗ്ലണ്ടും ബ്രസീലും കളി നടന്നപ്പോൾ എൻട്രിക്ക് എന്ന് പറഞ്ഞൊരു 16 വയസ്സുള്ള ചെറുക്കനുണ്ട്. ആ ചെറുക്കനെ ബ്രസീലിനെ കളി ഗോൾ എടുത്ത് ജയിച്ച് അതിന് റയൽ സൈൻ ചെയ്തിട്ടുണ്ട്. വണ്ടർ കിട്ടാണെന്നാ പറയണത്. ഭയങ്കര സെറ്റപ്പാണ്. അപ്പോ പറഞ്ഞാൽ ചെക്കനെ എല്ലാവരും കളിക്കും ഏകദേശം വിനിഷ്യസിനെ പോലെ തന്നെയാണ്. അപ്പോ ജോ ലപ്പോർട്ട നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. കുറെ സൂപ്പർ സ്റ്റാർസ് വരെ ക്ലബിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കൂടെ പ്രശ്നം നടക്കും. ഡ്രസ്സിംഗ് റൂമിൽ ബാലൻസ് തെറ്റും. അപ്പോ ഇപ്പൊ എന്നെ റൂമാണെന്ന് പറഞ്ഞാൽ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ റോഡ്രിഗോയുടെ സ്ഥാനം ഒന്നും കൂടി പോവുള്ളൂ. വിനിഷ്യസിനെ എന്തായാലും മാറ്റാൻ പറ്റൂല, ബെല്ലിംഗ്ഹാമിനെ മാറ്റാൻ പറ്റൂല. അപ്പൊ റോഡ്രിഗോയുടെ ഇപ്പോ റൂമർ കുറച്ച് വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ ഈ 3 ക്ലബും നല്ല രീതിയിൽ റോഡ്രിഗോയുടെ സിറ്റുവേഷൻ ആനലൈസ് ചെയ്ത് വരുത്തിക്കാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ള ഒരു സംഭവം നോക്കണം. ലിവർപൂളിൽ ചിലപ്പോ പേര് കിട്ടും, സിറ്റിയിൽ കിട്ടില്ല. സിറ്റിയിൽ ആരും പെപ്പിന്റെ അണ്ടറിലാണുള്ളൊരു എപ്പോഴും അതേപോലത്തെ കളിക്കാരെ സൈൻ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോ അത് കണ്ടറിയാം. പിന്നെ നിന്റെ ക്ലബിന്റെ ബാഴ്സലോണ അല്ല, വേറൊരു ട്രാൻസ്ഫർ. നമ്മുടെ ഈ ജനറേഷനില് ബാഴ്സ കളിച്ച പ്ലെയർ റെയിലിൽ കളിച്ചിട്ടുണ്ടോ? നമ്മളിപ്പത്തില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്നു. നമ്മ കളിയുടെ ഇടയില് കുപ്പിയറിയണത് പന്നിത്തല അതെപ്പോഴും മ്യൂസിയത്തിലിരിക്കുന്നുണ്ട്. ഈ ഒരു ജനറേഷൻ അങ്ങനത്തെ ട്രാൻസ്ഫർ വേണ്ടായിരുന്നു. ഞാൻ പോയതാണ് ഏതാ ഇസ്കോ സാരി എന്തോ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇതിന് അനുഭവിച്ചിട്ടില്ലല്ലോ. വേറെ ഉണ്ട്, റൊണാൾഡോന്റെ സാരിയും ഇല്ലേ, മൊട്ടത്തല റൊണാൾഡോ. അതല്ല, ഇത് ശരിക്കും റൊണാൾഡോന്റെ സാരിയോ ബാഴ്സയിൽ കളിച്ചിട്ടുണ്ട്, എസി മിലാനിൽ കളിച്ചിട്ടുണ്ട്, പിന്നെ ഇബ്രാഹിമൊക്കെ ഉണ്ടല്ലോ കളിച്ചിട്ടുണ്ട്, ഇന്റർ മിലാനിൽ കളിച്ചിട്ടുണ്ട്. അന്നത്തെ പോലെ അതേപോലെ ഇപ്പില്ല കേട്ടോ. പിന്നെ നടക്കണത് പ്രീമിയർ ലീഗിൽ തന്നെയാണ്. ടൈഗർ ക്ലബ്സിലോട്ട് പിന്നെയും ആ ഒരു ട്രാൻസ്ഫർ നടക്കണത്. അപ്പോ ഞാൻ മറ്റേ റൂമർ പറഞ്ഞില്ല, അത് ഈ പറഞ്ഞ പോലെ പൈപ്പ് ഇൻഡസ്ട്രി എന്നുള്ള സംഭവമാണ്. കിമ്മിച്ച് ഉണ്ടല്ലോ, കിമ്മിച്ച് കരാറ് പുതുക്കാനുള്ള ഏകദേശം ഉറപ്പായി. അപ്പോ കിമ്മിച്ചിനെ നോക്കാനായിട്ട് 4-5 ക്ലബ്ബുകൾ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ ക്ലബ്ബുകൾ തന്നെയാണ്. സിറ്റി, ലിവർപൂള്, റയല്, പിന്നെ ബാഴ്സയുടെ ഈ കേസ് പറഞ്ഞത് സ്വാപ്പ് ഡീലാണ്. റയലിന് കിമ്മിച്ചിന്റെ ആവശ്യമില്ല ഞാൻ നോക്കിയിട്ട്. പക്ഷെ ബാഴ്സ് നോക്കുന്ന സ്വാപ്പ് ഡീലാണ്. ഏത് കളിക്കാരനായിട്ടാണെന്ന് അറിയോ? നിങ്ങളുടെ വജ്രായുധം അറൂഹോനെ കൊടുത്തിട്ട് കിമ്മിച്ചിന് എത്തിക്കേണ്ട ആവശ്യമില്ല. അവര് പറഞ്ഞ ഓഫറല്ലേ?
ടോക്ക് പറയുന്നുണ്ട്. അതിപ്പോ മറ്റേ നെയ്മർ PSG പോണേക്കാളും മുമ്പ് പീക്ക് വേണ്ടി തോളത്തെ കേട്ടിട്ടു. അറൂഹോടെ കേസ് കാരണം കൊടുത്തു സ്വാപ്പിനുള്ളതില്ല, പക്ഷെ അറൂഹോനെ കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ബാഴ്സ പിന്നെ ക്രൈസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാഴ്സയുടെ ഏറ്റവും മോസ്റ്റ് ട്രാൻസ്ഫർ വാല്യൂബിൾ പ്ലെയർ എന്നുള്ളത് അറൂഹോ തന്നെയാണ്. കടം വീട്ടുണ്ട്, ക്ലബ് മുങ്ങി പോകാൻ പറ്റൂലല്ലോ. അപ്പൊ അതൊരു സംഭവമാണ്. ഏജന്റ് ഇനി 5-6 സുഖമായിട്ട് കളിച്ചു. അപ്പൊ റൊണാൾഡോ അറൂഹോ ടു ബാഴ്സലോണ അല്ല ടു ബയൺ മ്യൂണിച്ച് ടു അത് നോക്കണം. പിന്നെ ചെൽസിയുടെ ഒരു പുതിയ എണ്ണം വന്നിട്ടുണ്ട്. ചെൽസിയുടെ മെയിൻ ട്രാൻസ്ഫർ ടാർഗറ്റ് വിക്ടർ ഒസീമിയായിരുന്നു. ഒസീമിനെ കിട്ടിയില്ലെങ്കിൽ പകരം ഒരു ഓൾട്ടർനേറ്റീവിനെ വെച്ചിട്ടുണ്ട്. ചാൻസ് ഭയങ്കര ലെസ്സാണ് അർജന്റീനയുള്ളതാണ്. മാർട്ടിനസിന് ചെൽസി നോക്കുന്നുണ്ട്. പക്ഷെ മാർട്ടിനസ് ഇപ്പൊ തന്നെ ഇന്ററായിട്ട് കരാർ പുതുക്കുന്നതാണ്. കാരണം പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്, ഇന്ററിലെ മെയിൻ പ്ലെയർ ആണ്, ലീഗ് അടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും സേഫായിട്ട് നിൽക്കുമ്പോൾ ചെൽസിയിലോട്ട് പറയാൻ അതല്ല അനുഭവം ഉണ്ടല്ല, അതുകൊണ്ട് ഇവന്റെ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ ചെൽസിയിലോട്ട് വരാൻ ഒറ്റ ഫാക്ടറേ ഉള്ളൂ, മണി. ട്രിപ്പിൾ സാലറി പറഞ്ഞാലും ആരാലും ചിന്തിക്കും. പിന്നെ ലുക്കാക്കുടെ കേസ് പറഞ്ഞപ്പോഴാ അടുത്ത സീസൺ സൗദി കാണാണ്ട. സലയുണ്ടായി, ലെവൻഡോസ്കി ഉണ്ടായി, പിന്നെ അപ്പൊ പറയാനുള്ളത് ലെവൻഡോസ്കിയുടെ പുതിയ ഓർമ്മ വന്നിട്ടുണ്ട്. ലെവൻഡോസ്കി ടു അത്ലറ്റിക്കോ മാഡ്രിഡ് കരിഞ്ഞു ഉറപ്പാണ്. അപ്പോ അതായില്ലേ ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഈ വീക്ക് മൊത്തത്തിൽ ഡെഡ് വീക്കാണ്. അധികം ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഒരു കാലം സംഭവം ഉണ്ടായി. മറ്റേ കൊച്ചി വഴി കൊച്ചി ഇല്ലെങ്കിൽ ബിലാൽ വഴി ബിലാലാന്ന് പറയൂലേ, അതേപോലെ ടോണി ക്രൂസിന്റെ മമ്മൂട്ടി ഒന്നും കളിച്ചില്ല. എടാ സംഭവം ജർമ്മനി ഇത്രയും നാളായിട്ട് അടുപ്പിച്ച് എല്ലാ കളിയും തോറ്റുകൊണ്ടിരിക്കണായിരുന്നു. ടോണി ക്രൂസ് വന്ന് അത് പൊട്ടിച്ച കാര്യം ഫ്രാൻസിന് കളി തുടങ്ങി 7ാം സെക്കൻഡ് അസിസ്റ്റ്. അപ്പൊ 7ാം സെക്കൻഡ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ല, എന്തുകൊണ്ടും പറയാം ഫ്രാൻസ് വഴിയ ഫ്രാൻസ് ആയിരിക്കില്ല, പക്ഷെ ടോണി ക്രൂസ് വഴി ടോണി ക്രൂസ് ആണ്. അല്ല ഒറ്റ ടീമിന്റെ കോൺഫിഡൻസ് മാറിയല്ല ക്രൂസ് വന്നപ്പോ. ഈ ആഴ്ച ഇത്രേ ഉള്ളൂ. പോർച്ചുഗലിന്റെ 11 കളി അൺബീറ്റൻ റണ്ണാണ് ഇന്റർനാഷണൽ. ഒറ്റ കളി തോക്കാണ്ടാണ് പോണത്. യൂറോ കപ്പിൽ പോകുമ്പോ പടച്ചോൻ അറിയാം. അല്ല പക്ഷെ ഞാനത് ഇത്ര വലിയ കാര്യമായിട്ട് കാണില്ല. കാരണം ഇതുവരെയായിട്ട് നല്ല ടീമായിട്ട് കളി വന്നിട്ടില്ല. വന്നേക്കണ മൊത്തം ആവറേജ് ടീംസ് ആയിട്ടാണ്. ഒരു നല്ല ടീമായിട്ട് വന്നാല് എനിക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിന്റെ വെറുതെ തോന്നലാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് ടീമും ബെസ്റ്റ് ബെഞ്ചുള്ള ഒരു ടീം പോർച്ചുഗലാണ്. പക്ഷെ എന്നിട്ട് അത് യൂസ് ചെയ്യണില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ആണ്. അതല്ലേ പറഞ്ഞേ, ഫ്രാൻസിന്റെ അതേ ബെഞ്ച് തന്നെ ഏകദേശം പോർച്ചുഗലിനുണ്ട്. ഇംഗ്ലണ്ട് എന്താ പറയുക, ഇംഗ്ലണ്ട് ഫ്രാൻസ് എടുത്തതിന് പിന്നെ അടുത്ത ടീം എനിക്ക് പോർച്ചുഗലായിട്ട് വന്നത്. ബ്രസീലിന് ബെഞ്ചില്ല, മിഡില്ല, ഡിഫൻസ് ഇല്ല. പോർച്ചുഗലിന് മിഡും ഡിഫൻസും ഉണ്ട്. ബ്രസീലിന് കുറെ അറ്റാക്കേഴ്സ് ഉള്ളൂ. So I think Portugal is one of the best teams in the world with a whole bench and squad. പക്ഷേ കളിക്കുമ്പോൾ അതില്ല, അത് ഞാൻ പറയാം, കളിക്കുമ്പോൾ ഇല്ല. അതൊന്നും പറഞ്ഞ് ഇനി വലിച്ചിട്ടാകുന്ന കണ്ട അതിന്റെ പേരാ. So we hope we could give you guys some information. Dragon Ball Z സംഭവം കാണിച്ചു വെക്കുന്നത്. എനിക്കിത് പറയാനുള്ളത് നെയ്മർ ഫാൻസിനോടും ബ്രസീൽ ഫാൻസിനോടാണ്. ഞാൻ സത്യത്തിൽ അങ്ങനെ വലിയ നെയ്മർ ഫാൻ അല്ലെങ്കിലും ഓവറായിട്ട് തോന്നുന്നത്. പക്ഷെ ഇവൻ പറഞ്ഞത് ഇനി എന്താന്ന് വെച്ചാൽ കാണിച്ചു. എന്താ പറയാ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ സ്പ്രെഡ് നെഗറ്റിവിറ്റി, സ്പ്രെഡ് ക്രിറ്റിസിസം, ജെയ്മി കാരിഗർ ഓഫ് അവർ ഷോ, സീറോ ബോൾ നോളജ്. സോ ഹസ്സൽ വിസ്ത വൈൻഡ് അപ്പ്.